കോപ്പീഡിയ അല്ലേ? ഹൈടെക് കോപ്പീഡിയലാണ്. ഈ കുഞ്ഞ് ചെവിക്കകത്ത് വെക്കാൻ പറ്റുന്ന ഹെഡ്സെറ്റും അതേപോലെ പേനയ്ക്കകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു സ്കാമാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മകളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PSC അപ്ഡേറ്റ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ ബെല്ലടിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചരിത്രപരമായിട്ട് നോക്കാം, ബെല്ലടി എന്നാണ് എപ്പോഴാണ് നിർബന്ധമാക്കിയത്? നമ്മുടെ വാച്ച് എന്ന് മുതൽ വാച്ച് ഒഴിവാക്കിയോ അന്ന് മുതൽ PSC ബെല്ലടി ഒഴിവാക്കി. അല്ല, ബെല്ലടി തുടങ്ങി. അത് വാച്ച് ഒഴിവാക്കിയതും ഓരോ ഇൻസിഡന്റ് ആണ്. ഒരുപാട് ഇൻസിഡന്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി. കോപ്പീഡിയ അല്ലേ? ഹൈടെക് കോപ്പീഡിയലാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജി വളരുമ്പോ ഇതുപോലെ പരീക്ഷകളൊക്കെ പിന്നിലേക്ക് പോകും. അതെ, അതായത് നമുക്ക് ഈ കുഞ്ഞ് ചെവിക്കകത്ത് വെക്കാൻ പറ്റുന്ന ഹെഡ്സെറ്റും അതേപോലെ പേനയ്ക്കകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു സ്കാമാണ്. സ്മാർട്ട് വാച്ച് ഒക്കെ വന്നപ്പോഴത്തേക്കും അതുവഴി ഉണ്ടായിരുന്ന കോപ്പീഡി, അതിൽ ക്യാമറ വെച്ചുള്ള കോപ്പീഡി. അപ്പൊ ആ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് ഈ ബെല്ലടി, നേരത്തെ ബെല്ലടി ഉണ്ടായിരുന്നു എന്നാലും ബെല്ലടി നിർബന്ധമാക്കുന്നത്. അതുപോലെ നമുക്ക് ക്ലോക്ക് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബെല്ല് PSC ഒഴിവാക്കുകയാണ്. അത് ഏത് ബെല്ലാണ് മിസ്സേ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെല്ലാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ പരീക്ഷയുടെ അവസാനം ഒരു ബെല്ല് മുഴങ്ങുന്നതിന് മുന്നേ 5 മിനിറ്റ് ഒരു ബെല്ല് മുഴങ്ങത്തില്ലേ? അതാണ് നമ്മളെല്ലാവരും PSC ഹാളില് നമുക്ക് ആദ്യത്തെ അരമണിക്കൂർ കുഴപ്പമില്ല, വി ഡോണ്ട് കെയർ അല്ലേ? രണ്ടാമത്തെ അരമണിക്കൂറും കുഴപ്പമില്ല. നമുക്ക് അവസാനം കാര്യം നമ്മൾ മിക്കവാറും കുറെ സാധനം മാറ്റിയിട്ടുണ്ടായിരിക്കും, റൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആ പരിപാടി നടക്കില്ല. അവസാനത്തെ 5 മിനിറ്റ് ബെല്ലടിക്കാൻ കറുപ്പിക്കാനായിട്ട് പറ്റില്ല. സത്യം പറഞ്ഞ ചിലരെയെങ്കിലും ജോലിയിലേക്ക് എത്തിക്കുന്നതും ചിലരെയെങ്കിലും എടുത്ത് വെളിയിൽ കളയുന്നതും ആ ഒരു ബെല്ലാണ്. ആ ബെല്ല് വരുമ്പോൾ ചിലർക്ക് ടെൻഷൻ ആവും, ഭ്രാന്ത് കയറും. എന്നാൽ ചിലരെ കാണുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് 5 മണിക്ക് ചിലര് മാറ്റി നിർത്തിയത് കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യും. ചിലരാണെങ്കിലേ 5 മിനിറ്റേ ഉള്ളു, വെപ്രാളം പിടിച്ച് എണ്ണിയൊക്കെ നോക്കും. ഞാൻ ഇത്രയല്ലേ ചെയ്തോളൂ, ബാക്കി എനിക്ക് എണ്ണം കഴിക്കണം, ബാക്കിയും കൂടെ ഒക്കെ ബബിൾ ചെയ്ത് നെഗറ്റീവ് അടിക്കുന്ന ഒരു 5 മിനിറ്റും ആണ്. അപ്പൊ എന്തായാലും അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളോട് നിൽക്കട്ടെ. ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും പല ഇൻഡിവിജ്വൽമാരും കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഈ 5 മിനിറ്റുള്ള ലാസ്റ്റ് ബെല്ലാണെന്ന് കരുതിയിട്ട് പേപ്പർ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം. അപ്പൊ ആ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്നതിനെ കണ്ടറിയണം. ഇനി അടുത്തൊരു പരീക്ഷ വരുമ്പോ നമുക്കറിയാം അതിന്റെ പരാതികളും എന്തൊക്കെയാണ്. എല്ലാവരായിട്ട് പരീക്ഷ എഴുതുന്ന സ്കൂളിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ ഇടവായിട്ടുള്ള 6 ബെല്ലുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം. മൊത്തത്തിൽ നിങ്ങൾക്ക് 6 ബെല്ല്, നേരത്തെ 7 ബെല്ലായിരുന്നു അല്ലേ? 6 ബെല്ലാണ് ഇപ്പൊ നമുക്ക് PSC അനുവദിച്ചിട്ടുള്ളത്. അത് ഈ 6 ബെല്ലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശ ലംഘനമാണ്. അത് നിങ്ങൾ ഉറപ്പാക്കി വയ്ക്കുക. അരമണിക്കൂർ അവസാനത്തെ ബെല്ല് കഴിഞ്ഞപ്പോ എല്ലാരും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ മടി കൂടാതെ നമ്മുടെ ഇൻവിജിലേറ്ററിന്റെ അടുത്ത് ചോദിക്കണം, എത്ര സമയമായോ, ഇനി എത്ര മിനിറ്റ് ഉണ്ട്. നമ്മൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ജോലിയാണ്, അത് പറഞ്ഞു തരാന്നുള്ളത് അവരുടെ ജോലിയാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ബാക്കിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും തരികയും ആ ആളിൽ നിൽക്കുന്ന ടീച്ചറുടെ ജോലിയാണ്. അത് നിങ്ങൾ മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ മിസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള PSC അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ കണ്ടന്റ് കിഡ്ലോസ്കി കണ്ടന്റ്സിന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും റിയാക്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ആവട്ടെ, കമന്റ് ആവട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണ്ടന്റിൽ കാണാം. താങ്ക് യു.